പഴയ ആ സങ്കടവും ഭയമൊന്നും ഇപ്പോൾ അവളുടെ മുഖത്തില്ല. തൻ്റെ അച്ഛൻ കാരണം തകർന്നു പോയ കാശിയുടെ ജീവിതം സ്വന്തം സ്നേഹത്തിലൂടെയും കരുതൽ കൊണ്ടും തിരികെ നൽകണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. പാറും ഒരു ചെറിയ പാത്രത്തിൽ പാലെടുത്തു കൊടുക്കുമ്പോൾ ദക്ഷയുടെ ആ മാറ്റം കണ്ട് അവർക്കും സന്തോഷമായി. പൂച്ചക്കുട്ടിയെ കൊഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ദക്ഷയുടെ അരികിലേക്ക് പാറുമ്മ പതുക്കെ നടന്നു വന്നു. മോളെ, ഉണ്ണി സുരക്ഷിതനാണെന്ന ഈ സന്തോഷ വാർത്ത നീ അമ്മയോട് വിളിച്ചു പറ. അവരവിടെ അവൻ എങ്ങോട്ട് പോയി എന്നറിയാതെ ഒരുപാട് വേവലാതിപ്പെടുന്നുണ്ടാകും. പാറുമ്മ ഫോൺ ദക്ഷയ്ക്ക് നേരെ നീട്ടി. ദക്ഷ പാറുമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ലക്ഷ്മി അമ്മയെ വിളിച്ചു. മറുവശത്ത് ഫോൺ എടുത്ത അമ്മയോട് ഉണ്ണി സുരക്ഷിതനാണെന്നും അവൻ കാശിയെ മെസ്സേജ് അയച്ചറിയിച്ച കാര്യവുമെല്ലാം അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ആ വാർത്ത കേട്ടതും ലക്ഷ്മി അമ്മയുടെ നെഞ്ചിൽ വലിയൊരു ഭാരം ഇറങ്ങി വെച്ചു. അമ്മയും മകളും കുറച്ചു നേരം സന്തോഷത്തോടെ സംസാരിച്ചു. പക്ഷേ സംസാരത്തിനിടയിൽ ലക്ഷ്മി അമ്മ പതുക്കെ പറഞ്ഞു, മോളെ, ദാ അച്ഛനും ഇവിടെയുണ്ട് കേട്ടോ. അച്ഛൻ എന്ന വാക്ക് കേട്ട നിമിഷം ദക്ഷയുടെ മുഖത്തെ സന്തോഷമെല്ലാം മാഞ്ഞു. അവളുടെ കണ്ണുകളിൽ വീണ്ടും കനത്ത ദേഷ്യവും വെറുപ്പും നിറഞ്ഞു. ഒന്നും മിണ്ടാതെ അമ്മ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അവൾ ആ ഫോൺ കട്ട് ചെയ്തു. അടുത്ത പ്രതീക്ഷയോടെ നിൽക്കുന്ന പത്മനാഭൻ നായരോട് ലക്ഷ്മി അമ്മ പതുക്കെ പറഞ്ഞു, ലൈൻ പോയി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് നടന്നു. മകൾ തന്നോട് സംസാരിക്കാൻ പോലും മറച്ച് ഫോൺ വെച്ച് കളഞ്ഞതാണെന്ന് പത്മനാഭന് വ്യക്തമായി മനസ്സിലായി. തൻ്റെ മകൾക്ക് വലിയൊരു റാങ്ക് കിട്ടിയ സന്തോഷം, അതിലുപരി മകൻ അപായമൊന്നുമില്ലാതെ സുരക്ഷിതരായിരിക്കുന്നു എന്ന ആശ്വാസവും, ഇത്രയും വലിയ സന്തോഷത്തിലും സ്വന്തം മക്കളെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ലാതായിപ്പോയല്ലോ എന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. താൻ ചെയ്ത അവിവേകവും തെറ്റുകളും കാരണം സ്വന്തം മക്കളുടെ ഉള്ളിൽ തന്നോട് ഇത്രയും വലിയ വെറുപ്പാണ് എന്നോർത്ത് പത്മനാഭൻ നിശബ്ദനായി കണ്ണീർ വാർത്തു. അച്ഛൻ്റെ തെറ്റുകൾ കാരണം കുടുംബം ചിതറുമ്പോൾ ആ അച്ഛൻ സ്വന്തം കുറ്റബോധത്തിൻ്റെയും തീയിൽ വെന്തുരുകുകയായിരുന്നു. ദക്ഷ ഇപ്പോൾ തികച്ചും മാറിക്കഴിഞ്ഞിരുന്നു. ഒരു കാലത്ത് തടവറ പോലെ തോന്നിച്ചിരുന്ന ആ വലിയ ബംഗ്ലാവ് ഇപ്പോൾ അവൾക്ക് സ്വന്തം വീട് പോലെ പ്രിയപ്പെട്ടതായി മാറി. അവളുടെ കളിയും ചിരിയും കുസൃതികളും കൊണ്ട് ആ വീടിനെ അവൾ ഉണർത്തിക്കൊണ്ടിരുന്നു. അവളുടെ ആ മാറ്റവും സന്തോഷവും കാശിയുള്ളിൽ ഏറെ ആസ്വദിച്ചു കൊണ്ട് കണ്ടു നിന്നിരുന്നു. താൻ കാരണം അവളുടെ ചിരി തിരികെ വന്നതിൽ അവന് വലിയ ആശ്വാസം തോന്നി. എങ്കിലും പുറമേക്ക് അവൻ ഇപ്പോഴും അവളോട് ഒരു ചെറിയ ഗൗരവം നിലനിർത്തി പോന്നു. തനിക്ക് അവളോടുള്ള പ്രണയത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അത് പുറത്ത് കാണിക്കാതെ അവൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. ദിവസങ്ങൾ കടന്നു പോയപ്പോൾ കാശിയുടെയും ദക്ഷയുടെയും ജീവിതം പൂർണ്ണമായും മാറി മറിഞ്ഞു. അവരെത്ര ശ്രമിച്ചിട്ടും പരസ്പരം പ്രണയം തുറന്നു പറയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അവരുടെ ഓരോ നോക്കിലും പ്രവൃത്തിയിലും അവരുടെ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. പിരിയാനാവാത്ത വിധം അത്രമേൽ അവർ പരസ്പരം ഇഴകിച്ചേർന്നിരുന്നു. മറുവശത്ത് കാശിയുടെ ജീവിതവും മാറി. ജോലി തിരക്കുകൾക്കിടയിലും അല്പം സമയം കിട്ടിയാൽ മതി, അവൻ ഓടി വന്ന് വീട്ടിലിരിക്കാൻ ശ്രമിക്കും. ദക്ഷയുടെ ആ ചിരി കാണുമ്പോഴാണ് അവൻ്റെ നെഞ്ചിലെ കനലെല്ലാം അണയുന്നത്. താൻ കാരണം തകർന്നു പോയ ആ പെൺകുട്ടിയുടെ ജീവിതം സ്വന്തം സ്നേഹം കൊണ്ട് തിരികെ പിടിക്കണം, അവളെ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ളവളാക്കി മാറ്റണം എന്നതായിരുന്നു ഇപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഉണ്ണിയാകട്ടെ മദ്രാസിൽ പോയി സെറ്റിലായിരുന്നു. കുടുംബത്തിൽ സംഭവിച്ച ആ വിഷമങ്ങൾക്കൊക്കെ മാറ്റി അവൻ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരുന്നു. എങ്കിലും ഇടയ്ക്കെല്ലാം കാശി വിളിച്ച അവൻ്റെ വിശേഷങ്ങളും അവൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുമായിരുന്നു. അവർക്കിടയിൽ നല്ല സൗഹൃദം വളർന്നു വന്നു. പ്രണയം പരസ്പരം മനസ്സിലാക്കിയ ആ മൗനം തന്നെയായിരുന്നു അവരുടെ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അമ്മയുടെ ഓർമ്മകളും പഴയ പകയും എല്ലാം പതിയെ മാഞ്ഞു തുടങ്ങിയിരുന്നു. കാശിയുടെയും ദക്ഷയുടെയും ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെ വസന്തം പെയ്തു തുടങ്ങി. ജീവിതം സന്തോഷത്തിൻ്റെ പുതിയ താളുകളിലേക്ക് കിടക്കുന്നതിനിടയിലാണ് പെട്ടെന്നൊരു ദിവസം ആ വാർത്ത അവരെ തേടിയെത്തിയത്. ദക്ഷയുടെ അച്ഛൻ പത്മനാഭൻ നായർ മരണപ്പെട്ടു. പണത്തോടും അധികാരത്തോടുമുള്ള ആർത്തി കാരണം താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടുകയായിരുന്നു. ജീവനേക്കാളേറെ സ്നേഹിച്ച മകൾ തന്നെ പൂർണ്ണമായും തള്ളി പറഞ്ഞതും തന്നോട് സംസാരിക്കാൻ പോലും മടിച്ചതും ആ അച്ഛൻ്റെ നെഞ്ചിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ആ കടുത്ത വിഷമവും കുറ്റബോധവും താങ്ങാനാവാതെ ഒടുവിൽ അദ്ദേഹം ജീവൻ ഒടുക്കുകയായിരുന്നു. ആ മരണവാർത്ത അറിഞ്ഞിട്ടും ദക്ഷയുടെ മനസ്സിൽ വലിയ വിഷമമൊന്നും തോന്നിയില്ല. കാരണം ആ അച്ഛൻ കാരണം താനും തൻ്റെ കുടുംബവും കാശിയും അനുഭവിച്ച യാതനകൾ അത്രത്തോളമായിരുന്നു. എങ്കിലും ആ അന്ത്യം അവരുടെ ഉള്ളിൽ വിചിത്രമായൊരു ശാന്തത നൽകി. ഭൂതകാലത്തിൻ്റെ അന്ത്യം കുറിക്കപ്പെട്ടു എന്നൊരു തിരിച്ചറിവ് മാത്രം. പത്മനാഭൻ നായരുടെ മരണത്തോടെ ആ കുടുംബത്തിന് മേൽ നിഴലിച്ചിരുന്ന എല്ലാ പകയും പ്രതികാരത്തിൻ്റെ അവസാനത്തെ കണ്ണിയും അറ്റുപോയി. മരണവാർത്ത അറിഞ്ഞ ഉടൻ കാശി ദക്ഷയെയും പാറുമ്മയെയും കൂട്ടി മാളികയ്ക്കൽ തറവാട്ടിലേക്ക് തിരിച്ചു. അച്ഛനോട് എത്ര വെറുപ്പുണ്ടെങ്കിലും അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള അവസരം ദക്ഷയ്ക്ക് നഷ്ടമാകരുതെന്ന് കാശിക്ക് നിർബന്ധമുണ്ടായിരുന്നു. തറവാട്ടിലെത്തിയപ്പോൾ പൂർണ്ണമായും തകർന്നു പോയ ലക്ഷ്മി അമ്മയാണ് അവർ കണ്ടത്. എന്നാൽ ആ മൃതദേഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ദക്ഷയുടെ മുഖത്ത് യാതൊരു വികാരങ്ങളോ കണ്ണീരോ ഉണ്ടായിരുന്നില്ല. ഒരു അന്യൻ്റെ മൃതദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത് പോലുള്ള
അവളുടെ ആ നിൽപ്പ് കണ്ട് കാശിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. താൻ കാരണമാണല്ലോ ഇവൾക്ക് സ്വന്തം അച്ഛനെ ഇത്രത്തോളം വെറുക്കേണ്ടി വന്നത്. തൻ്റെ ഉള്ളിലെ പ്രതികാരം കാരണമാണല്ലോ അച്ഛൻ്റെയും മകളുടെയും ബന്ധമില്ലാതായത് എന്ന ചിന്ത കാശിയിൽ വലിയൊരു വിഷമവും കുറ്റബോധവും ഉണ്ടാക്കി. അപ്പോഴേക്കും വാർത്ത അറിഞ്ഞ ഉണ്ണിയും മദ്രാസിൽ നിന്നും അവിടെ എത്തിച്ചേർന്നിരുന്നു. ഒടുവിൽ തങ്ങളുടെ എല്ലാ ഭൂതകാല സങ്കടങ്ങളും അടക്കി വെച്ച് ആ അച്ഛൻ്റെ അവസാനത്തെ മരണാന്തര ചടങ്ങുകൾ നിർവഹിക്കാനായി ഉണ്ണിയും കാശിയും മുന്നോട്ട് വന്നു. അങ്ങനെ ആ തറവാട്ടിലെ പഴയ ശത്രുതയും പകയും ആ മണ്ണിൽ അവസാനിക്കുകയാണ്. ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ കാശിയും പാറുമ്മയും തിരികെ പോകാനിറങ്ങി. എന്നാൽ ഒറ്റപ്പെട്ടു പോയ ലക്ഷ്മി അമ്മയെ കണ്ടതും കാശിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അമ്മയെ തനിച്ചാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ദക്ഷയെ തറവാട്ടിൽ ലക്ഷ്മി അമ്മയോടൊപ്പം നിർത്തി മടങ്ങാനായിരുന്നു കാശിയുടെ തീരുമാനം. എന്നാൽ ദക്ഷയെ അവിടെ വിട്ടുപോരാൻ കാശിയുടെ മനസ്സ് ഒട്ടും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് അവളില്ലാത്ത ആ വലിയ ബംഗ്ലാവ് എത്രമാത്രം വിജനമായി തീരുമെന്ന ചിന്ത അവൻ്റെ നെഞ്ചിനെ പിടച്ചുലച്ചു. ഇത്രയും നാൾ തൻ്റെ തണലിൽ തൻ്റെ വീടിൻ്റെ ഓരോ മുക്കിലും കുസൃതികളോടെ നടന്ന പെൺകുട്ടിയാണ്. അവൾ അവിടെ ഇട്ട് മടങ്ങുന്നത് അവൻ്റെ ഉള്ളിൽ വലിയൊരു വേദന പടർന്നു. എന്നായാലും തമ്മിൽ പിരിയേണ്ടി വരുമല്ലോ എന്നൊരു കൈപ്പേറിയ ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. തമ്മിൽ ഇതുവരെ പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ലെന്ന സത്യം അവനെ കൂടുതൽ വേട്ടയാടി. ആ ഉള്ളിലെ വേദന മുഴുവനും അവൻ കടിച്ചമർത്തി. മടങ്ങാൻ നേരം അവളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ധൈര്യമില്ലാതെ, മനസ്സിലെ വിങ്ങൽ പുറത്ത് കാണിക്കാതെ കാശി വണ്ടിയിലേക്ക് കയറി. ദക്ഷയാകട്ടെ ഇറങ്ങിപ്പോകുന്ന കാശിയുടെ വണ്ടിയെ തന്നെ നോക്കി ആ തറവാട്ടു പടിക്കൽ നിന്നു. കാശിയുടെ വണ്ടി പടിയിറങ്ങിപ്പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ദക്ഷയുടെ ഉള്ളിൽ അതൊരു വലിയ ആഘാതമായിരുന്നു. അവർ എന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയിരിക്കുകയാണ് എന്ന ചിന്ത അവളെ മനസ്സിനെ ആകെ തകർത്തി കളഞ്ഞു. ഇത്രയും നേരം അവളിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരുന്ന കണ്ണുനീർ തുള്ളികൾ ഒടുവിൽ കവളിലൂടെ ഇറ്റുവീണു. തൻ്റെ അച്ഛൻ തകർത്ത അവൻ്റെ ജീവിതം തിരികെ നൽകാൻ, അവൻ്റെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലി കൊടുക്കാൻ തയ്യാറായതാണ് അവൾ. എന്നാൽ ഒടുവിൽ അവൻ തന്നെ തന്നിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി പോയിരിക്കുന്നു എന്ന ചിന്ത അവളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അവൻ തന്നോടുള്ളിൽ സ്നേഹമുണ്ടായിരുന്നു എന്നത് വെറും ഒരു തോന്നൽ മാത്രമായിരുന്നോ? ചോദ്യം അവളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും ഉയർന്നു വന്നു. നഷ്ടബോധത്തിൻ്റെ വിങ്ങൽ അവളുടെ ഹൃദയത്തെ ഉലച്ചു കളഞ്ഞു. കണ്ണീരണിഞ്ഞ മുഖത്തോടെ അവൾ ആ തറവാടിൻ്റെ പടിവാതിലേക്ക് ചാരി നിന്നു. നിശബ്ദത തളം കെട്ടി നിന്ന ആ വലിയ വീട്ടിലേക്ക് കാശിയും പാറുമ്മയും തിരിച്ചെത്തി. വാതിൽ തുറന്ന അകത്തേക്ക് കയറിയതും പാറുമ്മയുടെ മനസ്സിലേക്ക് കനത്തൊരു സങ്കടം ഇരച്ചു കയറി. ഇനി മുതൽ ഈ വീട്ടിൽ ഞങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന ചിന്ത അവരെ ആകെ തളർത്തിക്കളഞ്ഞു. ദക്ഷയെ അവിടെ നിർത്തിയ ഒരു മടക്കി യാത്ര അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കുറച്ചു നാളായി ആ വീട് മുഴുവനും നിറഞ്ഞു നിന്നിരുന്ന അവളുടെ ചിരിയും കുസൃതികളും ഇനിയില്ലെന്ന സത്യം പാറുമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. കാശി ഒന്നും മിണ്ടാതെ ഉമ്മറത്തെ ചാരുകസേരയിലേക്ക് തളർന്നിരുന്നു. അവൻ്റെ നെഞ്ചിൽ എന്തെന്നില്ലാത്തൊരു വലിയ ഭാരം വന്നു നിറഞ്ഞിരുന്നു. ഒരു കാലത്ത് താൻ ആഗ്രഹിച്ച പ്രതികാരങ്ങളെല്ലാം പൂർത്തിയായി. എന്നാൽ അവൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവളുടെ സാന്നിധ്യമായിരുന്നുവെന്ന കൈപ്പേറിയ സത്യം ആ നിമിഷം അവൻ തിരിച്ചറിയുകയായിരുന്നു. അവളില്ലാത്ത ആ വീട്ടിലെ ഓരോ വായുവിനും, ഉറങ്ങിക്കിടക്കുന്ന ആ വലിയ വീടിനും മുറികൾക്കും വലിയൊരു ഭാരമുള്ളതുപോലെ അവൻ തോന്നി. ഉള്ളിലെ പ്രണയം തുറന്നു പറയാതെ അവൾ അവിടെ തനിച്ചു വിട്ടുവന്നതിൽ അവൻ്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് വെന്തുരുകാൻ തുടങ്ങി. ചാരുകസേരയിൽ നെഞ്ചിൽ കനത്ത ഭാരവുമായി കണ്ണുകൾ അടച്ചിരിക്കുന്ന കാശിയുടെ അരികിലേക്ക് പാറുമ്മ പതുക്കെ നടന്നു വന്നു. അവരുടെ ശബ്ദം സങ്കടം കൊണ്ടിടറുന്നുണ്ടായിരുന്നു. മോനെ കാശി, ഈ പാറുമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ കണ്ണ, നീ അവളെ എന്നേക്കുമായി ഒഴിവാക്കിയിരിക്കുകയാണോ? എന്തോ എനിക്ക് വല്ലാതെ വിഷമമാകുന്നു മോനെ. പാറുമ്മയുടെ ആ ചോദ്യം കേട്ട് കാശി പതുക്കെ കണ്ണുകൾ തുറന്നു. അവൻ പാറുമ്മയുടെ മുഖത്തേക്ക് നോക്കി ഉള്ളിൽ തെളിഞ്ഞ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, എന്താ പാറുമ്മേ, ഞാൻ അവളെ ഒഴിവാക്കുമെന്നും പാറുമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല പാറുമ്മേ, കാശിക്ക് ഒരിക്കലും അവളെ ഒഴിവാക്കാൻ കഴിയില്ല. അവൾ കാരണമാ ഞാൻ ഇത്രയും മാറിയത്. ഇനി കാശി പൂർണ്ണമാകണമെങ്കിൽ എൻ്റെ കൂടെ ദക്ഷയും ഉണ്ടാകണം. തകർന്നു പോയ ആ അമ്മയോടൊപ്പം കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ അവളെ അവിടെ നിർത്തിയത്. 2 ദിവസം കഴിയട്ടെ, ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. കാശിയുടെ ആ വാക്കുകൾ കേട്ടതും പാറുമ്മയുടെ കണ്ണുകൾ ആശ്വാസവും സന്തോഷവും കൊണ്ട് വിടർന്നു. നെഞ്ചിലെ വലിയൊരു കല്ലിറങ്ങിപ്പോയതുപോലെ അവർക്ക് തോന്നി. അമ്മയെ പോലെ സ്നേഹിക്കുന്ന ആ പാവം സ്ത്രീ സന്തോഷം അടക്കാനാവാതെ കാശിയെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമായി മോനെ, ഒത്തിരി സന്തോഷമായി. കണ്ണീരിനിടയിലും പാറുമ്മയുടെ മുഖത്ത് ചിരി വിരിഞ്ഞു. അവിടെ കാശിക്ക് ആ 2 ദിവസങ്ങൾ തള്ളി നീക്കുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. വീടിൻ്റെ ഓരോ കോണിലും അവളുടെ ഓർമ്മകൾ അലയിടിച്ചപ്പോൾ അവളില്ലാത്ത ഓരോ നിമിഷവും ഒരു യുഗം പോലെയാണ് അവന് അനുഭവപ്പെട്ടത്. മറുവശത്ത് മാളികക്കൽ തറവാട്ടിൽ ദക്ഷയുടെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു. അവൻ തന്നെ ഉപേക്ഷിച്ചു പോയി എന്ന കടുത്ത തെറ്റിദ്ധാരണയിൽ അവളുടെ മുഖമൊക്കെ വാടി തളർന്നിരുന്നു.
ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് ആരോടും സംസാരിക്കാതെ അവൾ ഒരു നിഴൽ പോലെയായി മാറി. ഉണ്ണിയും ലക്ഷ്മി അമ്മയും അവളെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. മോളെ, നീ ഇങ്ങനെ ഇരിക്കല്ലേ, വല്ലതും കഴിക്ക്. അമ്മയും ഉണ്ണിയും ആവുന്നത് പോലെ കെഞ്ചി പറഞ്ഞെങ്കിലും ദക്ഷക്ക് അതിലൊന്നും ഒരു ആശ്വാസവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാശി തന്നെ തനിച്ചാക്കി പോയി എന്ന മുറിവ് അവളുടെ ഉള്ളിൽ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അവനില്ലാത്ത ഒരു ജീവിതം ഇനി തനിക്ക് സാധ്യമല്ലെന്ന തിരിച്ചറിവിൽ അവൾ മനസ്സുകൊണ്ട് പൂർണ്ണമായും തളർന്നു പോയിരുന്നു. 2 ദിവസത്തിന് ശേഷം രാവിലെ പതിവിലും നേരത്തെ തന്നെ കാശി ഉണർന്നു. താഴേക്ക് വരുമ്പോൾ അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു പാറുമ്മ. അവരുടെ മുഖത്ത് പതിവിലും കവിഞ്ഞ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കാശിയുടെ ചുണ്ടിലും ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഇന്നെന്താ എൻ്റെ പാറുമ്മയ്ക്ക് വലിയൊരു സന്തോഷം? കാശി ചോദിച്ചു. പാറുമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോൻ്റെ മുഖത്തും കാണാൻ പറ്റുന്നുണ്ട് അതേ സന്തോഷം. എന്നാ ഈ ചായ കുടിക്ക്. അല്ല, പാറുമ്മ വരുന്നോ ദച്ചുവിനെ കൂട്ടാൻ? കാശി തിരികെ ചോദിച്ചു. ഇല്ല മോനെ, അവൾ വരുമ്പോൾ സ്വീകരിക്കാനായി ഇവിടേക്കൊന്ന് ഒരുക്കണം. ഞാൻ ഇവിടെ കാത്തിരിക്കാം. അത് പറയുമ്പോൾ സന്തോഷം കൊണ്ട് പാറുമ്മയുടെ മിഴികൾ നനഞ്ഞു. അവർ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ഭാനുവിൻ്റെ ആഗ്രഹമാ ഇന്ന് നടക്കാൻ പോകുന്നേ. കാശി ഒന്നും മിണ്ടാതെ പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു. ദക്ഷയെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിൻ്റെ വലിയൊരു സന്തോഷം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. കാശിയുടെ ജീപ്പ് തറവാട്ട് മുറ്റത്ത് വന്നു നിന്ന ശബ്ദം കേട്ടാണ് ഉണ്ണി പുറത്തേക്ക് ഓടി വന്നത്. അവൻ സന്തോഷത്തോടെ കാശിയെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അകത്തേക്ക് കയറുമ്പോഴും കാശിയുടെ കണ്ണുകൾ ഉമ്മറത്തും മുറികളിലും ദക്ഷയെ തിരയുകയായിരുന്നു. അവളുടെ യാതൊരു അനക്കവും അവൻ അവിടെ കണ്ടില്ല. ലക്ഷ്മി അമ്മ കാശിക്ക് കുടിക്കാൻ ജ്യൂസുമായി വന്നതും അവൻ പതുക്കെ ചോദിച്ചു, അമ്മേ, ദച്ചു? അവളെപ്പറ്റി ചോദിച്ചതും ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ പൊട്ടിക്കരഞ്ഞു. മോൻ അന്ന് പോയതിൽ പിന്നെ അവൾ ആ മുറിയിൽ ഒരേ ഇരിപ്പ, നേരത്തിനൊന്നും കഴിക്കാതെ ആകെ തളർന്നിരിക്കുക. നീ അവളെ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയി എന്ന ചിന്തയാ അവൾക്ക്. അമ്മയുടെ വാക്കുകൾ കേട്ടതും കാശിയുടെ മനസ്സിൽ വലിയൊരു കുറ്റബോധം നിറഞ്ഞു. അവൻ ചോദിച്ചു, അമ്മേ, എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത്? എവിടെ അവൾ? മുകളിലുണ്ട് മോനെ എന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞതും കാശി മറ്റൊന്നും ചിന്തിക്കാതെ വേഗത്തിൽ മുറിയിലേക്ക് ഓടിക്കയറി. മുറിയിലേക്ക് കയറിയ കാശി കണ്ടത് ജനലരികിൽ വിദൂരത്തേക്ക് നോക്കി നിൽക്കുന്ന ദക്ഷയാണ്. ആകെ ക്ഷീണിച്ച് മുഖം വാടി കണ്ണുകൾ കരഞ്ഞു വീർത്ത് അവളുടെ ആ നിൽപ്പ് കണ്ടതും കാശിയുടെ നെഞ്ചു പിടഞ്ഞു. അവൻ വിറക്കുന്ന ശബ്ദത്തോടെ വിളിച്ചു, ദച്ചുട്ടി. ആ ശബ്ദം കേട്ട് ദക്ഷ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. മുന്നിൽ കാശിയെ കണ്ടതും അവളുടെ ഉള്ളിൽ സന്തോഷവും ദേഷ്യവും പരിഭവവും ഒരുമിച്ച് വന്നു. ഒന്നും ആലോചിക്കാതെ അവൾ ഓടി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നെ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ലേ നിങ്ങൾക്ക്? വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിൽ കൈകൾ കൊണ്ട് തല്ലാനും ഇടിക്കാനും തുടങ്ങി. നിങ്ങളുടെ മനസ്സിൽ ഞാൻ വെറും ഒരു ഭാരമായിരുന്നില്ലേ? കാശി അവളുടെ വിറക്കുന്ന കൈകൾ ബലമായി ചേർത്ത് പിടിച്ചു. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അമർത്തി പിടിച്ചുകൊണ്ട് അവൻ പതുക്കെ പറഞ്ഞു, എടി പൊട്ടി, നിന്നെ ഉപേക്ഷിച്ചു പോകാൻ ഈ കാശിക്ക് കഴിയുമോ? എൻ്റെ ജീവനാടി നീ. എൻ്റെ ജീവൻ നിലയ്ക്കുന്നത് വരെ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൻ്റെ നെഞ്ചിലെ ചൂടറിഞ്ഞപ്പോൾ ദക്ഷയുടെ ദേഷ്യമെല്ലാം ആ നിമിഷം അലിഞ്ഞുപോയി. അവൾ അവൻ്റെ മാറിലേക്ക് കൂടുതൽ ചേർന്നു നിന്നു. ദക്ഷ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി വിങ്ങിപ്പൊട്ടിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ എന്നേക്കുമായി ഒഴിവാക്കിയെന്ന്. കാശി അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളുടെ നെറ്റിൽ മൃദുവായി ചുംബിച്ചു. ഇനി ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കില്ല. നമുക്ക് പോകാം നമ്മുടെ വീട്ടിലേക്ക്. അവളുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ ചിരി വിരിഞ്ഞു. ആ 2 ദിവസത്തെ വേദനകളെല്ലാം ആ നിമിഷത്തോടെ മാഞ്ഞുപോയി. കാശിയുടെ സ്നേഹവും ആശ്വാസവാക്കുകളും കേട്ടപ്പോൾ ദക്ഷയുടെ ഉള്ളിലെ ഭാരമെല്ലാം ഒഴിഞ്ഞുപോയി. കാശി അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, എന്നാലും ഈ കോലത്തിൽ എൻ്റെ കൂടെ വരണ്ട. മോൾ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വായോ, ഞാൻ താഴെ ഉണ്ടാകും. അതും പറഞ്ഞ് കുസൃതി ചിരിയോടെ കാശി താഴേക്ക് ഇറങ്ങിപ്പോയി. താഴെ എത്തി അവൻ ലക്ഷ്മി അമ്മയോടും ഉണ്ണിയോടും കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ദക്ഷയുടെ മനസ്സിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറിയ വിവരം കേട്ടപ്പോൾ അവർക്കും വലിയ ആശ്വാസമായി. അമ്മേ, ഉണ്ണി ജോലി ആവശ്യത്തിനായി പുറത്തു പോയാൽ അമ്മ ഇവിടെ തനിച്ചാവില്ലേ? അമ്മയും ഞങ്ങളെ കൂടെ പോരുന്നോ? കാശി ചോദിച്ചു. ലക്ഷ്മി അമ്മ നിറഞ്ഞ കണ്ണുകളോടെ എന്നാൽ നിറഞ്ഞ മനസ്സുകളോടെ പറഞ്ഞു, ഇല്ല മോനെ, ഇവിടെ എനിക്ക് കൂട്ടിന് മാധവി അമ്മയുണ്ടല്ലോ. നിങ്ങൾ പോയി സന്തോഷമായിട്ടിരിക്ക്. മക്കൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രം മതി എനിക്ക്. അവരുടെ മനസ്സറിഞ്ഞ കാശി പിന്നീട് എതിർപ്പൊന്നും അറിഞ്ഞില്ല. അപ്പോഴേക്കും ദക്ഷ കുളിച്ച് ഫ്രഷായി താഴേക്ക് വന്നിരുന്നു. മനോഹരമായ ഒരു ബേബി പിങ്ക് കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷം. അവളുടെ മുഖത്ത് പഴയതുപോലെ വിരിഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ ലക്ഷ്മി അമ്മക്കും ഉണ്ണിക്കും കൺകുളിർത്തു. എങ്കിലും കഴിഞ്ഞ 2 ദിവസത്തെ പട്ടിണിയും വിഷമവും വരുത്തിവെച്ച ആ ക്ഷീണം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ദക്ഷയും കാശിയും തങ്ങളുടെ മംഗലത്തെ വീട്ടിലേക്ക് തിരിച്ചു. ജീപ്പിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കാശിക്കരികിൽ കയറുമ്പോൾ ദക്ഷയുടെ മനസ്സിലടക്കാനാവാത്ത സന്തോഷമായിരുന്നു. ഇത്രയും നാൾ ഉള്ളിൽ പേറിയ പേടിയും സങ്കടവും എല്ലാം
ആ യാത്രയിൽ അലിഞ്ഞുപോയി. അവൾ പതുക്കെ തല ചായ്ച്ച് കാശിയുടെ തോളിലേക്ക് വെച്ചു. ഡ്രൈവിങ്ങിനിടയിലും കാശി തൻ്റെ ഒരു കൈ കൊണ്ട് ദക്ഷയുടെ കൈകൾ ചേർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ സ്നേഹവും കരുതലും അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ദക്ഷയുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. ഇനി തങ്ങൾക്കിടയിൽ ഒരു വേർപിരിയലും ഇല്ലെന്ന തിരിച്ചറിവോടെ അവൾ അവൻ്റെ തോളിൽ ചേർന്നിരുന്നു. നിലവിളക്കുമായി പാറുവമ്മ പൂമുഖത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. കാശിയോടൊപ്പം സന്തോഷത്തോടെ ഇറങ്ങി വന്ന ദക്ഷ നിറഞ്ഞ മനസ്സോടെ ആ നിലവിളക്ക് സ്വീകരിച്ച് പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചു. പാറുവമ്മയെ ദക്ഷ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. പാറുവമ്മയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീർ പൊഴിഞ്ഞിരുന്നു. എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞു. അതിനുശേഷം കാശിയും ദക്ഷയും മുകളിലത്തെ മുറിയിലേക്ക് കയറിപ്പോയി. ആ മുറിക്കകത്തേക്ക് കയറാൻ ദക്ഷയ്ക്ക് ഇപ്പോഴും ചെറിയൊരു ഭയമായിരുന്നു. പഴയ ഓർമ്മകളും സംശയങ്ങളും ആയിരുന്നു അവളുടെ മനസ്സിൽ. അവളുടെ ഉള്ളിലെ പരിഭ്രമം മനസ്സിലാക്കിയ കാശി ഒരു കുസൃതി ചിരിയോടെ അവളെ മുറിയിലേക്ക് ചേർത്ത് പിടിച്ച് ആനയിച്ചു. മുറിയിലേക്ക് കയറിയതും കാശി ദക്ഷയെ അടക്കാനാവാത്ത സ്നേഹത്തോടെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. അവൻ അവളുടെ വിറക്കുന്ന മുഖം കൈകളിൽ കോരിയെടുത്തു. ഇത്രയും നാൾ അനുഭവിച്ച വിരഹത്തിൻ്റെയും സങ്കടവും പേടിയും മായ്ച്ചും കളയും വിധം പ്രണയപൂർവ്വമായ ചുംബനങ്ങളാൽ അവളെ മൂടി. അവർക്കിടയിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും ദേഷ്യവും പരിഭവങ്ങളും പകയും ഒരു നിമിഷത്തിൽ എന്നേക്കുമായി അലിഞ്ഞില്ലാതായി. പരസ്പരം വിട്ടുപിരിയാനാവാത്ത വിധം ആത്മാർത്ഥമായ പ്രണയത്തോടും കരുതലോടും കൂടെ കാശിയും ദക്ഷയും ഒരുമിച്ചുള്ള തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു.